ഹായ്, ഇന്നത്തേത് നമ്മുടെ ചിന്നുവിൻ്റെ പുടവ് കൊടുക്കലും അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളുമാണേ. അപ്പോൾ ഇത് ചിന്നുവിൻ്റെ കല്യാണം പാർട്ട് 3. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഫാമിലീസും ഫ്രണ്ട്സും എല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കല്യാണ വീടല്ലേ, ചേച്ചി രാവിലെ തന്നെ ഒരു പാട്ടൊക്കെ പാടി എല്ലാവരെയും ഒന്ന് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം പല ബന്ധുക്കളെയും നമ്മൾ കാണുന്നത്. ശരിക്കും ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ കൂടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നതാണ്. ഈവനിങ് 6 മണിക്കായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്യൂഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, അടിപൊളി പരിപാടിയായിരുന്നു. നമ്മുടെ NHന്റെ പണി നടക്കുന്നതുകൊണ്ട് ചെറുക്കനും കൂട്ടരും എത്താൻ കുറച്ചൊന്ന് ഡിലേ ആയി. സോ ഫൈനലി അവരെല്ലാം എത്തി പരിപാടിയെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോടാ, ചിന്നു കുഞ്ഞു ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ഒരു പരുവായെന്ന് തോന്നുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം മംഗളമായിട്ട് തന്നെ കഴിഞ്ഞായിരുന്നു. ഇനിയാണ് ഞങ്ങൾ പെണ്ണ് വീട്ടുകാരുടെ ആ ഷോ ഓഫിന്റെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ പണി കിട്ടിയത് എനിക്കായിരുന്നു. ഒരു ചെറിയ ആങ്കറിംഗ് ഒക്കെ ചേട്ടന്റെ ഒരു സപ്പോർട്ട് കൂടെ ഉള്ളതുകൊണ്ട് അതെല്ലാം നൈസായിട്ട് തന്നെ കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ ചേട്ടനും അദ്വയും കൂടെ ഉള്ള ഡാൻസ്. ഓരോ പരിപാടി കഴിയുമ്പോഴും ഞങ്ങൾ കസിൻസിന്റെ എനർജിയും കോൺഫിഡൻസും കൂടി വരുമായിരുന്നു. ഡാൻസ് മാത്രമല്ല, ഇടയ്ക്ക് ഒരു പാട്ടുമുണ്ട്. പരിപാടിയുടെ ഇടയ്ക്ക് ആരും പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി ആയിരുന്നു ആൻഡ്രൂവിന്റെ. സത്യം പറയാമല്ലോ, പരിപാടി ഞങ്ങൾ വിചാരിച്ചതിലും കളർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ചിന്നുവിന്റെ കല്യാണത്തിന്റെ ബാക്കി വിശേഷങ്ങളുമായി കാണാം.